എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ച് ഏറ്റവും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. വേറെ ഒന്നല്ല, നമ്മുടെ തായ്ലൻഡ് ഹോൾ വീഡിയോ. തായ്ലൻഡിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ മുന്നിൽ കുമ്പാരം കൂടി കിടക്കുന്നു. വീഡിയോ തുടങ്ങണതിൻ്റെ മുന്നേ തന്നെ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഇത് ഞാൻ ഓൺലൈനിൽ എടുത്തതാണ്. കാരണം ഈ തായ്ലൻഡിൽ ഒന്നും ലിങ്ക് എനിക്ക് ഇടാൻ പറ്റില്ല. ഇത് ഞാൻ വിഷു ഒക്കെ ആയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്താട്ടോ. ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാം എന്തായാലും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോൻ്റെ സൈഡിലായിട്ട് വ്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മുടെ വീഡിയോൻ്റെ അവിടെ തന്നെ ഇങ്ങനെ ഒരു ബ്ലാക്ക് സാധനം ഇങ്ങനെ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ വന്നിട്ട് വ്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണും. അതിൽ ടാഗ് ചെയ്താൽ മതി. ഇതുണ്ടല്ലോ ഒരു 200 സംതിങ്ങിന് കിട്ടിയിട്ടുള്ള അടിപൊളി ഡ്രസ്സ്. ആർക്കെങ്കിലും വിഷുവിന് ഇത്രയും വില കുറവിൽ ഒരു ചുരിദാർ വേണമെന്നുണ്ടെങ്കിൽ കണ്ട ശരിക്കും കസവ് തന്നെയല്ലേ. ആ ഒരു കസവിൻ്റെ ആ ഒരു വർക്കും കാര്യങ്ങളും പ്യോർ ഗോൾഡൻ ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ ആ ഒരു 260-70 രൂപയ്ക്കൊക്കെ വേർത്താണ് കേട്ടോ. നല്ല സുഖമുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ നിൽക്കാം. അപ്പോൾ നമുക്ക് ഇനി സമയം കളയാതെ നമ്മുടെ തായ്ലൻഡ് ഹോളിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ തായ്ലൻഡ് വ്ളോഗ് ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 7 ദിവസമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ എൻ്റെയും മിത്തുക്കുട്ടിയുടെയും മാത്രം ഡ്രസ്സുള്ളൂ. രംഷേട്ടൊന്നും ഞാൻ എടുക്കുന്നേ ഇല്ല. കാരണം അത് അപ്പോൾ 2-3 പാർട്ടായിട്ട് ഇടേണ്ടി വരും. പിന്നെ ആ ഒരു ടീഷർട്ടൊന്നും കാണാൻ നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ. ഡ്രസ്സ് കാണാനല്ലേ താല്പര്യം. ഇതിൽ തന്നെ മിത്തുക്കുട്ടിയുടെ ഡ്രസ്സുകൾ ഫുള്ള് ഇല്ല കേട്ടോ. ചിലതൊക്കെ വീട്ടിൽ ഇടുന്നതൊക്കെ അങ്ങനത്തെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. എന്നാലും ഏകദേശം പുറത്തേക്ക് ഇടുന്ന അടിപൊളി ടൈപ്പ് ഡ്രസ്സുകളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം മിത്തുൻ്റെ നിന്ന് തുടങ്ങാം അല്ലേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു അടിപൊളി സ്കേർട്ടാണ്. ഈ സ്കേർട്ട് മിത്തക്കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, അവിടെ അധികവും ഒരു സൈസായിരിക്കും മിക്കവാറും ഉണ്ടാവും. ഏകദേശം ഒക്കെ ഒരേ സൈസ് നമുക്കും കൂടെ ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് മിത്തക്കുട്ടിക്ക് വാങ്ങിച്ച ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൗൺ കളർ ഇതിൽ വർക്കൊക്കെ ഉണ്ട്. അവിടെ സ്കേർട്ടുകളാണ് കേട്ടോ ഒരു രക്ഷയിലെ. കൊറിയൻ ടൈപ്പ് സ്കേർട്ടൊക്കെ കുറേ കണ്ടു. ഒരു ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്കേർട്ടാണ്. അടുത്തത് ഞാൻ ഒരു സ്കേർട്ടും കൂടെ വാങ്ങിച്ചു. നല്ല ഭംഗിയുള്ള സ്കേർട്ട് എന്ന് പറഞ്ഞാൽ കണ്ടോ. അതാണെന്നൊക്കെ നല്ല അടിപൊളി കളേഴ്സാണ് കണ്ടോ. നല്ല പേസ്റ്റൽ കളേഴ്സ്, ഒരു ബ്ലൂ ആൻഡ് ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്നത്. ഇതും ഇലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് ഇടാം. ഇതിൻ്റെ കൂടെ ആക്ച്വലി ടാങ്ക് ടോപ്പ് അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പ് ഒക്കെ ഇടാം. അപ്പം ഇത് രണ്ടും ഇത് നമുക്കൊരു 300 ബാട്ടിനാണ് കേട്ടോ. ഈ ഒരു 300 ബാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 750 രൂപയാണ് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് കേട്ടോ. പിന്നെ മിത്തുക്കുട്ടിക്ക് എടുത്തത് ദേ ഇങ്ങനത്തെ ഒരു ടോപ്സാണ്. കുട്ടികൾക്ക് കിഡിലൻ ഡ്രസ്സുണ്ട്. കുട്ടികൾക്ക് നല്ല നമുക്കാണെങ്കിൽ തന്നെ ഞാൻ പറയില്ലേ കൂടുതൽ വെസ്റ്റേൺ വെയറാണ് അധികം ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സുകൾ ഇടുന്നവർ നല്ല ഇങ്ങനത്തെ വെസ്റ്റേൺ ടോപ്സൊക്കെ ഇടുന്ന ആളുകൾ, ടീൻസിലുള്ള കുട്ടികൾക്കൊക്കെ നമ്മളെ പോലെയുള്ളവർക്കും ഇങ്ങനെ വെസ്റ്റേൺ ഒക്കെ ഇടുന്നവർക്ക് ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെയല്ലേ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒക്കെ ഒരു കൊറിയൻ വൈബ് അങ്ങനത്തെയൊക്കെ ഒരു വൈബുള്ള ഡ്രസ്സുകളാണ് മൊത്തത്തിൽ. അപ്പം മിത്തു മൊത്തം അങ്ങനെ എടുത്തിരിക്കുന്നത്. കാരണം മിത്തുവിന് അങ്ങനത്തെ ഡ്രസ്സുകളാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇത് മിത്തുക്കുട്ടി എടുത്താൽ ഇതൊരു നല്ല ബ്ലൂ ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ വരും ഈ വൈറ്റ് ടീഷർട്ട് പോലെ. അതിൻ്റെ മേലെയായിട്ട് ഇങ്ങനത്തെ ഒരു ഫ്രില്ലൊക്കെ വെച്ചിട്ടുള്ള ഇതും അതെ. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയില്ലേ. ഈ ലൈറ്റിൻ്റെ ഇതുകൊണ്ട് ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇതൊരു ഫ്രോക്ക് ടൈപ്പാണ് കണ്ടോ. ഇവിടെ ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കെട്ടുന്ന പോലെ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടോ. അടിയിൽ അതിൻ്റെ അടിയിലത്തെ തുണി അതെ ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമുണ്ട്. ഒക്കെ ഇങ്ങനത്തെ ഡ്രസ്സുകളാണ് അവിടെ അധികം കാണുന്നത്. നടുഭാഗത്ത് ഒരു ഫ്രില്ലും ഒക്കെ വെച്ചിട്ട് ഭയങ്കര സിമ്പിളാണ്. പിന്നെ തുണിയെല്ലാം വളരെ സോഫ്റ്റാണ്. കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാവും. മിത്തുവിന് ഏറ്റവും ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ കുത്തുണു ഏത് ഡ്രസ്സ് ഇട്ടാലും ഈ കുത്തൽ കുറച്ച് കൂടുതലാണ്. ഇവിടുന്ന് വാങ്ങിച്ച ഒരു ഡ്രസ്സിനും ആ പ്രശ്നമില്ല. കാരണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. ഇതൊക്കെ ആ റേഞ്ചിൽ എല്ലാം ഒരു 300-350 ബാട്ടിൻ്റെ ഉള്ളിൽ വരുന്നതാണ് നമ്മൾ കൂടുതലും പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല രസമല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു ഫ്രീ സൈസ് മോഡലാണ് വരുന്നത്. ഏകദേശം ഒരു എന്താ പറയുക ഒരു എക്സ്ട്രാ സ്മോൾ മുതൽ ഒരു M വരെയുള്ള ആളുകൾക്ക് അത്യാവശ്യം ഒരേപോലെ ഇടാൻ പറ്റുന്ന അങ്ങനെ ഒരു സൈസിലുള്ളതാണ്. അപ്പോൾ മിത്തുകുട്ടി എന്ന് പറയുമ്പോൾ ടീൻസിലേക്ക് കിടക്കും ചെയ്തു. അപ്പോൾ കുട്ടികളുടെ സൈസും അല്ല വലിയവരല്ല. അപ്പോൾ ഒരു എക്സ്ട്രാ സ്മോൾ ആ ഒരു ഇതിലാണ് പിടിക്കാൻ പറ്റുക നമുക്ക്. അപ്പോൾ അങ്ങനെ നോക്കി എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറേ ഡ്രസ്സുകൾ കിട്ടും. നല്ല രസമുണ്ട് അല്ലേ. ഇതിൻ്റെ തുണി അതെ ഇതൊരു ഷർട്ട് ടൈപ്പാണ് കേട്ടോ. നല്ല അടിപൊളി മെറ്റീരിയലാണ്. നല്ല രസമുണ്ട്. പിന്നെ അവിടുത്തെ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനത്തെ പാൻറ്റുകളാണ്. നല്ല കിഡിലൻ പാൻറ്റ്. ഇത് നമുക്കും വേണമെങ്കിൽ ഇടാൻ പറ്റും. കാർഗോസ് പോലത്തെ തുണിയാണ് കുറച്ചും കൂടെ നല്ലത്. ഭയങ്കര കട്ടിയുള്ള തുണിയല്ല, വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്. സോ നമുക്ക് ഇടാനും സുഖമാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ 2 തരത്തിലിടാം. ഒന്നിങ്ങനെ ബെൽസ് പോലെ അങ്ങനെ നോർമലായിട്ട് ഇടാം. അല്ലെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട്
ഇങ്ങനത്തെ പുതിയ ഒരു ടൈപ്പില്ലേ, ഇങ്ങനെ ഇവിടെ താഴെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ടൈപ്പ്, ചുരുങ്ങിയിരിക്കുന്ന ടൈപ്പ്. അപ്പോൾ 2 തരത്തിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന കുറേ പാൻറ്റുകളുണ്ട്. പിന്നെ ഒരു ട്രൗസർ പോലത്തെ, അത് തായ്ലൻഡിൻ്റെ ഒരു ഇത്, അവിടെ ബീച്ചിലൊക്കെ പോകുമ്പോൾ അധികം ഇങ്ങനത്തെയാണ് ആൾക്കാർ ഇടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ ബീച്ച് വെയർ അല്ലെങ്കിൽ രാത്രിയൊക്കെ നൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ബർമുഡ കുറച്ച് ലോങ് ആയിട്ടുള്ളത്, അത് ഞാൻ ആക്ച്വലി എനിക്കും കൂടെ വേണമെങ്കിൽ ഇടാം എന്നുള്ള രീതിയിലാണ് വാങ്ങിച്ചത്. കാരണം ഇത് ഫ്രീ സൈസ് പോലെയാണ്, കണ്ടോ, എലാസ്റ്റിക് ആണ്, നമുക്കും പാകാവും. പിന്നെ ഇതിൻ്റെ ലെങ്ത്തും അത്യാവശ്യം ഉണ്ട്, കണ്ടോ, ഇതിന് അത്യാവശ്യം ലെങ്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ഇടുമ്പോൾ ഇത്തിരി ലെങ്ത് കുറയും. എന്നാലും നമുക്ക് രാത്രിയൊക്കെ വീട്ടിലിടണമെങ്കിലോ അല്ലെങ്കിൽ ബീച്ച് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിലോ വിചാരിച്ചിട്ട് മിത്തുക്കുട്ടിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് പിന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, മിത്തു ഇട്ടിട്ടുണ്ടായിരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു, കണ്ടോ, അന്ന് നമ്മളെ മായാബേ ബീച്ചിൽ ഇട്ടിരുന്നതാണ് മിത്തുക്കുട്ടിയുടെ. നല്ല ഭംഗിയല്ലേ. ഇത് ആക്ച്വലി 2-in-1 പീസാണ്. ഇത് സ്കേർട്ടാണ്, ശരിക്കും പറഞ്ഞാൽ സ്കേർട്ടായിട്ട് ഉടുപ്പായിട്ടിടാം. മിത്തു വന്നിട്ടത് ഉടുപ്പായിരുന്നു, കാരണം ഇത് കുറച്ചും കൂടെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പായി. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്കേർട്ടായിട്ട്, കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ സ്കേർട്ടാണ്. ഇതിൻ്റെ കൂടെ ടാങ്ക് ടോപ്പും ക്രോപ്പ് ടോപ്പൊക്കെ ഇട്ടാൽ സ്കേർട്ടാണ്. അപ്പോൾ ഇതും ഒരു അടിപൊളി ബാഗ്, ഇതാ മിത്തുക്കുട്ടിക്ക് ഇങ്ങനെ സ്ലിംഗ് ബാഗ് പോലത്തെ നല്ല ഭംഗിയുള്ളൊരു ബാഗാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ ഈ ഒരു കളറ്. മിത്തുവിന് ബാഗ് ഭയങ്കര ഇഷ്ടമാണ്, കുറേ ആയിട്ട് ബാഗ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ വേറെയും കുറേ ബാഗ് ഇരിക്കുന്നുണ്ട്. ഇതും മിത്തു അവിടുന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു സാധാ ബാഗ്, ആക്ച്വലി ഇതൊരു സ്ലിംഗ് ബാഗ് തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ മിത്തുവിന് ഇത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോൾ മിക്കവാറും ഞാൻ ഇത് അടിച്ച് മാറ്റും, പക്ഷെ മിത്തു സമ്മതിക്കില്ല, അവിടെ നിന്ന് പറയേണ്ടതും തരില്ല എന്നൊക്കെ. ഇതും നല്ല ബാഗ്, ഇതൊരു സാധാരണ ബാഗായിട്ട്. പിന്നെ ഇതാ മിത്തുവിന് ഇത് അങ്ങനത്തെ കുറേ മിത്ര എന്ന് പേരെഴുതിയിട്ട് അവർ 60 ബാട്ടിന് കൊടുത്തതാണ് കേട്ടോ. ഇതും അവൾക്ക് എന്താ പറയുക, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു മൊബൈല്, കുറച്ച് ചില്ലറ പൈസ, അവളുടെ ഒരു ചീർപ്പ്, ലിപ് ബാം, ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ ഇങ്ങനത്തെ ബാഗാണ് കൂടുതൽ വാങ്ങിച്ചത്, ഈ 3 ബാഗും. ഇത് ഒരു നമ്മുടെ അവിടുത്തെ ഒരു ബാട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ 2.5 രൂപയാണ്. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത് 60 ബാട്ടിനാണ്. മിത്ര എന്നൊക്കെ പേരെഴുതി കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ മിത്തുക്കുട്ടിക്ക് എപ്പോഴും ഇങ്ങനത്തെ കുറേ ക്രേസ് ഒക്കെ ഉള്ള ആളായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഡ്രസ്സ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. പിന്നെ കുറേ കമ്മലുകൾ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ വേറൊരു ഷോർട്സ് ആയിട്ട് കാണിക്കാം. ഈ ഒരു വീഡിയോയിൽ കമ്മലും കൂടെ കാണിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇത് ഭയങ്കര ലെങ്ത് കൊടുക്കും. കാരണം ഞാൻ വേറൊരു വീഡിയോയിൽ ഷോർട്സ് ആയിട്ട് അല്ലെങ്കിൽ പാർട്ട് 2 ആയിട്ടോ, പാർട്ട് 2 ഷോർട്സ് ആയിട്ട് കാണിക്കായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ കേട്ടോ കമ്മലിൻ്റെ കളക്ഷൻസ്. പിന്നെ മിത്തുക്കുട്ടിക്ക് വാങ്ങിയത് ദേ ഇങ്ങനത്തെ ടാഗുകൾ. ഇതും അവിടെ എനിക്ക് തോന്നുന്നു 60 ബാട്ടിനൊക്കെ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ പേര്, അതായത് ഈ ഒരു സംഭവം നമുക്കിങ്ങനത്തെ ബാഗുകൾ അല്ലെങ്കിൽ സ്കൂൾ ബാഗിലൊക്കെ നമുക്ക് ടാഗ് കൊണ്ടുപോകാൻ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ. അപ്പോൾ ഇത് ഈ ഒരു സാധനം അവിടെ സെപ്പറേറ്റ് വാങ്ങിക്കുകയാണ് ചെയ്ത്. എല്ലാം മിത്ര പേര്, കളർ കോമ്പിനേഷൻസ് ഒക്കെ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ മിത്തു സെലക്ട് ചെയ്ത കളർ കോമ്പിനേഷനാണിത്. അപ്പോൾ അതിൽ അവരുടെ പേര്, മിത്തുവിൻ്റെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്, മിത്ര എന്ന് പറഞ്ഞിട്ട്. ഇത് ഞങ്ങളുടെ പാസ്പോർട്ട് ഇത് ഓൺലൈനിലും കിട്ടും ഇങ്ങനെ ചെയ്യിക്കാൻ. അപ്പം ഞാൻ പറ്റുമോ നോക്കട്ടെ, ഇതിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ടാഗ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ടാഗ് ചെയ്യാം. ഇത് അവിടെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ പാസ്പോർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കവർ പോലെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ്. ഞാൻ ചൂസ് ചെയ്ത കളർ ഇതാണ്. ഇതിൽ നമുക്കിങ്ങനെ എന്തൊക്കെ, ഇതിപ്പോൾ ഞാനൊരു ക്വീനിൻ്റെ ഒരു ഇത് ഒട്ടിച്ചു. അതുപോലെ നമ്മുടെ പേരെഴുതും, സ്വപ്ന എന്ന് പേരെഴുതും. അപ്പോൾ ഇത് മിത്തുക്കുട്ടി സെലക്ട് ചെയ്ത കളറ്, അങ്ങനെ മിത്തുവിൻ്റെ പേര്, ഇത് രംശേട്ടൻ സെലക്ട് ചെയ്ത കളറ്, രംശേട്ടൻ്റെ പേര്, അങ്ങനെ അത് നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നല്ല ലുക്ക് ഉണ്ട് കാണാൻ. അങ്ങനത്തെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനത്തെയൊക്കെ ചെയ്യാം. ഇത് അവിടെ നല്ല വില കുറവിൽ നമുക്ക് കിട്ടി. ഇത് പക്ഷെ ഓൺലൈനിലും ഉണ്ട് എന്നാണ് രംശേട്ടൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ ഒരു കവർ വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇനി എൻ്റെ ഡ്രസ്സിലേക്ക് കിടക്കാം. എൻ്റെ ഡ്രസ്സുകൾ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കുറേ കിടിലൻ ഡ്രസ്സുകളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അധികം ഞാൻ ഡ്രസ്സ് ടൈപ്പാണ് വാങ്ങിയിട്ടുള്ളത്. കണ്ടോ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡ്രസ്സ്. എല്ലാം ഇപ്പോൾ സമ്മറല്ലേ, ഒക്കെ ഒരു സ്പ്രിംഗ് വൈബ്. അത് മാത്രമല്ല ഇത് എപ്പോഴും ഒരു എവർഗ്രീൻ പോലെയല്ല, ഇത് ഫ്രണ്ടിൽ സ്ലിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫ്ലോറൽ ടൈപ്പ് യെല്ലോ കളർ. അവിടെ അധികം ഇങ്ങനത്തെ ഡ്രസ്സുകളാണ് ഉള്ളത്. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറയില്ല, വെസ്റ്റേൺ ഭയങ്കര അടിപൊളി ക്രോപ്പ് ടോപ്സ്, ടാങ്ക് ടോപ്സ് അതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ അത്ര ഇത് ഇടുന്ന ഒരാളല്ല, നിങ്ങളും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അതിനേക്കാളും എനിക്ക് കംഫർട്ട്, ഞാൻ എപ്പോഴും ഈവൻ ചുരിദാർ ഇടാനും സാരി ഉടുക്കാനും പോലും എനിക്ക് ഇത്ര കംഫർട്ട്, ജീൻസ് പോലും ഞാൻ അങ്ങനെ ഇടാറില്ല. കാരണം എനിക്ക് എപ്പോഴും കംഫർട്ട് ഇങ്ങനത്തെ ഉടുപ്പുകൾ ഇടാനാണ്. ഇങ്ങനെ കുറച്ചൊരു ഫ്രീ സൈസ് പോലെയുള്ള ലൂസായിട്ടുള്ള ഉടുപ്പിട്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ ഉടുപ്പുകളാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഫ്രീ സൈസ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഇടാം. നമുക്ക് അങ്ങനത്തെ സൈസിൻ്റെ പ്രശ്നം വരില്ല. പിന്നെ ഭയങ്കര ഇപ്പം അങ്ങനെയല്ലേ, ഓവർ സൈസ്ഡൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാഷ്വലായിട്ട് നടക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഇത് ഒരു ബീച്ച് വെയർ പോലെ ഞാൻ എടുത്തതാണ്. അത് അവിടുന്ന് ബീച്ചിലേക്ക് പോണതിൻ്റെ മുന്നേ ഞാൻ എടുത്തതാണ്.
അപ്പോൾ ഇവിടെയൊക്കെ ബീച്ചിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോണതല്ല. അപ്പോൾ ഒരു ബീച്ച് വെയർ തായ്ലൻഡ് ഡ്രസ്സാന്ന് തോന്നും. തായ്ലൻഡിൽ അധികം ഇങ്ങനത്തെ ആനയുടെ ടീഷർട്ട്, ആനയുടെ സംഭവങ്ങൾ. പിന്നെ ഈ കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു, റെഡ്. ഇതിൻ്റെ പാറ്റേൺ കണ്ടോ, ഇങ്ങനത്തെ ഒരു പാറ്റേണാണ് എന്താ ഡ്രസ്സ്. ഇതും ഫ്ലോറൽ കണ്ടോ, ഇത് ഓവർ സൈസ്ഡ് പോലെയാണ്, ഫ്രീ സൈസ് ആണേ. പിന്നെ ഇത് കെട്ടാം, ഇതിന് ഫ്രീ സൈസ് ആണെങ്കിലും ഇതിനെ കെട്ടാൻ പറ്റും കേട്ടോ. കണ്ടോ ഫ്രണ്ടിൽ സ്ലിറ്റ് ഉണ്ട്. തുണി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തുണിയാണ് കേട്ടോ, ഒട്ടും കട്ടിയില്ല. അത് നമ്മുടെ ദേഹത്ത് കിടക്കുന്നുണ്ടെന്ന് പോലും അറിയില്ല. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉടുപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ, ഭയങ്കര അടിപൊളി. ഇത് നമുക്കൊരു അത്യാവശ്യം ഒരു ചെറിയ ഒരു ഡിന്നർ ഡേറ്റിനോ ബ്രഞ്ച് ഡേറ്റിനൊക്കെ പോകുമ്പോൾ ഇതും ഡ്രസ്സ് തന്നെയാണ്, സ്ലിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്, ഒരു പിങ്ക് ഫ്ലോറൽ കളർ. അതേപോലത്തെ അതിൻ്റെ ഒന്നും കൂടി എടുത്തിട്ടുണ്ട്, കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഞാനിത് എപ്പോഴും ഓൺലൈനിൽ കാണുമ്പോൾ വാങ്ങണം എന്ന് വിചാരിക്കുന്ന ഡ്രസ്സാണ്. ഇത് നമുക്ക് സെയിലിൻ്റെ അവിടെ നിന്ന് കിട്ടിയതാണ്. 300 ബാട്ടേ ഉള്ളൂ കേട്ടോ. ഈ ഡ്രസ്സിനൊക്കെ 300 ബാട്ടേ ഉള്ളൂ. അടുത്ത് ഞാനൊരു ടോപ്പ് വാങ്ങിച്ചു കേട്ടോ, ഒരു കുർത്തി പോലത്തെ. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാണാൻ. ഇത് ജീൻസിൻ്റെ കൂടെയൊക്കെ പാൻറ്റിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യുമ്പോൾ നല്ല രസമാണല്ലോ. പിന്നെ ഞാനൊരു ചെറിയ ടാങ്ക് ടോപ്പ് പോലത്തെ എടുത്തു കേട്ടോ, കാരണം ഇത് ഞാനൊരു ആവശ്യത്തിന് വേണ്ടി എടുത്തതാണ്, ഒരു ഡ്രസ്സിൻ്റെ കൂടെ. അപ്പം അവിടുന്ന് ഇടാൻ വേണ്ടിയിട്ട് എടുത്താണ്, പക്ഷെ എനിക്കിത് ഇടേണ്ട ആവശ്യം വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെയും നമുക്ക് ഈ ഒരു ടാങ്ക് ടോപ്പിൻ്റെ മേലെ ഒരു ഷ്രഗോ ഒരു ജീൻസൊക്കെ കൂടിയിട്ട് പെയർ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പം അടുത്തത് ഒരു സൂപ്പർ ഒരു ടോപ്പ്, നല്ല സോഫ്റ്റ് തുണിയായിട്ട്, ഒരു പീച്ച് കളറ്, ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ. കുറച്ച് ലെങ്ത് ഉള്ള ടൈപ്പ്, വളരെ ഷോർട്ടല്ല, പക്ഷെ നല്ല തുണി. എനിക്കിതൊരു തുണി കണ്ടിട്ട് ഭയങ്കര സോഫ്റ്റ് തുണി, ജീൻസിൻ്റെ കൂടെയൊക്കെ ഇട്ട് നമുക്ക് കാഷ്വലായിട്ട് നടക്കാം. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അവിടെ. ഒരു ഷർട്ട്, ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എവിടെയാണ്? ഇവിടെ തന്നെ. ഇതും ജീൻസിൻ്റെ കൂടെയൊക്കെ ഇട്ട് നടക്കാൻ പറ്റുന്ന ഒരു ഷർട്ട് മോഡൽ. ഇതും ഒരു ടോപ്പ്. കൊങ്ങില്ലേ, ഇതൊക്കെ ഒറ്റ സൈസിൽ വരുന്ന ടോപ്സാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഓവർ സൈസ് പോലെ ജീൻസിൻ്റെ കൂടെയും പാൻറ്റിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന, സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടോപ്പ്. പിന്നെ അടുത്തത് ഞാനൊരു ടീഷർട്ട്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ടാണ്. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ലാസ്റ്റ് ദിവസം ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഓടി നടന്നിങ്ങനെ വാങ്ങണതിൻ്റെ ഇടയിൽ ഭയങ്കര ലാഭത്തിൽ കുറച്ചെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിയ സംഭവങ്ങളാണ് ഈ ഇഷ്ടം. ആദ്യത്തെ ദിവസം ഫുള്ള് ഞാനിങ്ങനെ ഫ്രോക്ക് പോലത്തെ നോർമൽ ഡ്രസ്സ് എടുത്ത്, രണ്ടാമത്തെ ദിവസം എനിക്ക് അങ്ങനത്തെയാണ് കൂടുതൽ ഇഷ്ടമായത്. പക്ഷെ മൂന്നാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കും കുറേ ടോപ്സും കുറേ അങ്ങനത്തെയൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഓവർ സൈസ്ഡ് പോലത്തെ, ഒറ്റ സൈസേ ഉള്ളൂ, അങ്ങനെ മീഡിയം എല്ലാം അതൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കുറവാണ്, ഒക്കെ ഒറ്റ സൈസാണ്. അപ്പോൾ പിന്നെ അധികം അങ്ങനത്തെയാണ് എടുത്തത്. പിന്നെ അതേ വരുന്നു, അതെന്താ വെച്ചാൽ 2 എണ്ണം എടുത്താൽ 500 കിട്ടും. അങ്ങനെ ഒന്നിന് 350, പക്ഷെ 2 എണ്ണം എടുത്ത് 500. അങ്ങനെ നമ്മൾ ബാർഗെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ബാർഗെയിൻ ചെയ്തിട്ട് 2 എണ്ണം എടുക്കുമ്പോൾ കിട്ടുന്നതൊക്കെ ഞാൻ എടുത്തു. ഇതൊരു ഗ്രീൻ ഫ്ലോറൽ കളർ, നല്ല ഭംഗിയുണ്ടല്ലേ, അടിപൊളി ഗ്രീനിൻ്റെ ഒരു ഡ്രസ്സാണ് കേട്ടോ. 1 സൈസാണ്, ഒറ്റ സൈസാണ്, ഫ്രീ സൈസാണ്. ഇതിലും ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. നല്ല അടിപൊളി തുണി, ഒരു രക്ഷയില്ലാത്ത തുണിയാണ്. കളറും നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്കിതിൻ്റെ കളറും പാറ്റേണും നല്ല ഇഷ്ടപ്പെട്ടു. ഇനി ഇതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതെനിക്ക് എത്രത്തോളം ഭംഗി ഉണ്ടാവും അറിയില്ല, കാരണം ഇത് അങ്ങനത്തെ ഒരു ഇങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള തുണിയാണ്. അപ്പോൾ ബോഡിയിൽ ഇങ്ങനെ കുറച്ച് ഒട്ടി കിടക്കുന്നതുകൊണ്ട് എനിക്ക് അറിയില്ല, പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. നല്ല ഭംഗിയുണ്ട് കണ്ടോ. ഇതൊരു സ്കേർട്ടാണ് കേട്ടോ. ഇങ്ങനത്തെ 3 കളർ ഉണ്ടായിരുന്നു, ഞാൻ ഈ കളർ എടുത്തു. കണ്ടോ, എൻ്റെ ഫ്രണ്ടിൽ 2 പോക്കറ്റൊക്കെ ഉണ്ട്. പോക്കറ്റും ഒരു ഇങ്ങനെ കെട്ടുന്ന ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ടോപ്പിൻ്റെ കൂടെ, ഒരു ടാങ്ക് ടോപ്പിൻ്റെ കൂടെ, അതിങ്ങനെ വിചാരിച്ചു ഇതൊരു അണ്ടർസ്കേർട്ട് പോലുണ്ടോ എന്നുള്ളത്, പക്ഷേ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതൊരു ടാങ്ക് ടോപ്പ് അല്ലെങ്കിൽ ഒരു കുട്ടി ടോപ്പിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ബ്രൗണും വൈറ്റും ബ്ലാക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കാർഗോസും ഞാൻ ബ്ലാക്കും വൈറ്റും കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെയും ഒരു വൈറ്റ് സ്കേർട്ടും കൂടി എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കളറ് എടുത്തത്. ഇട്ട് നോക്കട്ടെ. നല്ല വലുപ്പമുണ്ട്, നല്ല നീളമുണ്ട് കേട്ടോ കാണാൻ, നല്ല രസമുണ്ട്. അപ്പം ഞാനിത് ഏതെങ്കിലും ഒരു ടോപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് പെയർ ചെയ്യാം. വളരെ സിമ്പിൾ. ഇത് കുറച്ച് കട്ടിയുണ്ട്, നല്ല കട്ടിയുള്ള സ്കേർട്ട്. അപ്പം നല്ല ഭംഗിയിൽ ഞാൻ അതിൽ ഫോട്ടോ കണ്ടു, അവരൊരു വൈറ്റ് സ്ലീവ്ലെസ് ടോപ്പിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന. ഇതിലിങ്ങനെ അധിക ഡ്രസ്സിൻ്റെ കൂടെ ഫോട്ടോ ഉണ്ടാവും, നമ്മളൊക്കെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ല, അതുപോലെ ഫോട്ടോ ഉണ്ടാവും. അപ്പോൾ ആ ഫോട്ടോ കാണുമ്പോൾ ഏകദേശം നമുക്ക് ഐഡിയ കിട്ടുമല്ലോ ഇതിൻ്റെ കൂടെ എന്ത് പെയർ ചെയ്താലാവും ഭംഗി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് ഭയങ്കര അടിപൊളി സ്ലീവ്ലെസ് ടോപ്പാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇതിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ഇത് ട്രാൻസ്പെറൻ്റ് അല്ല, ഈ ഒരു ഭാഗം ട്രാൻസ്പെറൻ്റ് അല്ല, ഇതിൻ്റെ അടിയിലേക്കാണ് ഉള്ളത് ട്രാൻസ്പെറൻ്റ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് വേറെ അങ്ങനെ ഒരു കാമിസോൾ ഇടേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ നോക്കി വാങ്ങിയത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ട്രൗസർ. ആക്ച്വലി നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു ക്രീം കളറാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ പെയർ ചെയ്യാനാണ് ഞാൻ ബീച്ച് വെയറിലേക്ക് വാങ്ങിയത്. പക്ഷെ ഞാൻ ബീച്ചിൽ ഇത് ഇട്ടില്ല, ഞാൻ വേറൊരു ഡ്രസ്സ് അപ്പോഴേക്ക് എനിക്ക് കിട്ടിയോണ്ട് ഞാൻ ബീച്ച് വെയർ ആയിട്ട് അതാണ് ഇട്ടത്. ഇനി ഇതെനിക്ക് ഭയങ്കര
ഭയങ്കര ഇഷ്ടപ്പെട്ടു, വാങ്ങി അപ്പം തന്നെ ഇഷ്ടപ്പെട്ടു. അതാണ് ലാസ്റ്റ് ഡേ ഞാൻ ബാങ്കോക്കിൽ ഇട്ടത്. നിങ്ങളെല്ലാവരും വ്ളോഗ് കണ്ടിട്ടുള്ളവർക്കും ഷോർട്സ് കണ്ടിട്ടുള്ളവർക്കും മനസ്സിലാവും. ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ ലാസ്റ്റ് ഡേ നടന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഡ്രസ്സ് കാണാൻ. ഇത് പിന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മൾ ബീച്ച് വെയർ ആയിട്ട് വാങ്ങിയതാണ്. ഇത് നമ്മൾ ഫുക്കറ്റിന്നാന്ന് തോന്നുന്നു. ഫസ്റ്റ് ഡേ തന്നെ വാങ്ങിയതാണ്. കാരണം നമുക്ക് അവിടെ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. പക്ഷേ അതായത് നോർമൽ നമ്മുടെ ബ്രാലറ്റും സംഭവം ഇട്ടിട്ട് ഇത് പക്ക ബീച്ച് വെയർ ആണ്. ഇത് വേറെ എവിടേക്കും ഇടാൻ പറ്റില്ല ആണ്. ഇതും ഞാൻ അവിടുന്ന്, ഇതും നിങ്ങൾ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഇതും ഞാൻ അവിടെ ബീച്ച് വെയർ ആയിട്ട് വാങ്ങിച്ചതാണ്. ആക്ച്വലി ഒരു ബീച്ചിലല്ല പക്ഷേ ഇട്ടത്. ഞാൻ രാത്രി ഇങ്ങനെ വാക്കിങ്ങിന് പോകുമ്പോഴാണ് ഇട്ടത്. ഇതിനൊരു ഗുണം കൂടെ ഉണ്ട്. ഇതൊരു ഓവർ സൈസ്ഡ് ഷർട്ട് ആയതുകൊണ്ട് ഇത് ജീൻസിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലൊരു ടാങ്ക് ടോപ്പോ ഷ്രഗോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല അതുപോലെ ടാങ്ക് ടോപ്പോ അല്ലെങ്കിൽ ഒരു വൈറ്റ് കുട്ടി ക്രോപ്പ് ടോപ്പൊക്കെ ഇട്ടിട്ട് ഇത് ഒരു ഓവർ സൈസ്ഡ് ഷർട്ട് പോലെ ഇട്ട് ഇതിൻ്റെ അടിയിൽ നമുക്ക് ഒരു ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഇവിടെയൊക്കെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നടക്കാം. അത് കാണിച്ചില്ലല്ലോ. തായ്ലൻഡ് പോയി ഉള്ള എല്ലാവരും തിരിച്ചു വരുമ്പോൾ എല്ലാവരുടെ കയ്യിലും, മിക്കവാറും എല്ലാവരുടെ കയ്യിലും നമ്മൾ കാണുന്ന ഒരു സാധനമാണ് ഇങ്ങനത്തെ ഒരു പെട്ടി. ഇത് പച്ച കളർ. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പെട്ടിയാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഇത്രയും സാധനങ്ങളായിട്ട് അവിടെ പോകുന്നവരധികം ബാങ്കോക്കിൽ ഷോപ്പിങ്ങിന് പോകുന്നവരായിരിക്കും. ബാങ്കോക്കിൽ ഷോപ്പ് ചെയ്യാത്തവരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഈ ഡ്രസ്സൊക്കെ ഇവിടെ വെക്കും. അപ്പോൾ അവർ എന്തായാലും വാങ്ങുന്നതാണ്. കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഒരുവിധ ആൾക്കാരുടെ കയ്യിലൊക്കെ ഞങ്ങൾ എയർപോർട്ടിൽ ഈ പെട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പെട്ടിയുടെ ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് പച്ച കളറാണ് ഇതിൻ്റെ. അപ്പോൾ ഈ ഒരു ട്രോളി ബാഗ് നിങ്ങൾ എന്തായാലും വാങ്ങിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. റേറ്റ് നോക്കുകയാണെങ്കിലും ക്വാളിറ്റി നോക്കുകയാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ പെട്ടിയുമായിട്ടാണ് വന്നത്. പിന്നെ ഞാൻ വാങ്ങിയത് മേക്കപ്പ് പ്രോഡക്റ്റ് എന്ന് പറയാൻ ഞാൻ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല. മിത്തുക്കുട്ടി ഒരു ലിപ് ബാമോ ഐലൈനറൊക്കെ വാങ്ങി, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. ഇത് നമ്മുടെ കാത്തി ഡോളിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. മെറൂൺ സ്പേസ് എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ഷെയ്ഡ്. ഏകദേശം ഈ ഖൂബ്സൂരത്ത് കുച്ചിപ്പുടി പോലത്തെ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഷെയ്ഡ് ഞാനൊന്ന് വാങ്ങിച്ചു. ഇതിനൊക്കെ വളരെ വില കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 100 ബാട്ടിന് 4 നമ്മുടെ ഫേസ് പാക്ക്, മുഖത്തിടുന്ന ഫേസ് പാക്കാണ്. അപ്പോൾ അതും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് മാത്രമാണ് ഞാനൊരു മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട്, എനിക്ക് ഡ്രസ്സിനോടാണ് കൂടുതൽ ക്രേസ്. മേക്കപ്പിൽ മാക്സിമം ഒരു ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഇതുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതൊന്നും ഞാൻ കാര്യമായിട്ട് വാങ്ങിയില്ല. ഇത് ഞാൻ സൺ ടാൻ ഇവിടെ വന്നിട്ട് അതൊക്കെ മാറ്റാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര ടാൻ അടിച്ച് ഇപ്പോഴും ഒട്ടും മാറിയിട്ടില്ല. അപ്പോൾ ആ ടാൻ ഇപ്പോൾ പിന്നെ നല്ല ചൂടുമാണ് ഇവിടെ, അതുകൊണ്ട് അത് മാറുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഇതുവരെ തൊട്ടിട്ടില്ല. ഇനി എന്തായാലും ഇതൊക്കെ തൊട്ടിട്ടൊന്ന് യൂസ് ചെയ്യണം. അപ്പോൾ തൽക്കാലം ഈ ഒരു ഹോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഡ്രസ്സുകൾ നല്ല ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ല അടിപൊളി ഡ്രസ്സുകളാണ്. ഞാൻ നോർമൽ ഒരു സുഖമായിട്ട് ഇടുന്ന ടൈപ്പ് ഡ്രസ്സുകളാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ചെരുപ്പ് ഞാൻ അവിടെ ഫുൾ തായ്ലൻഡിൽ പോയ അന്ന് വാങ്ങിച്ചതാണ്. ക്രോക്സ് പോലെ തോന്നിക്കുന്ന വെറും 300 ബാട്ടിന്. അപ്പോൾ രാംശേട്ടനൊക്കെ ക്രോക്സ് ഒക്കെ ഇടുമ്പോൾ ഞാൻ പറയും ഇത്രയും ക്രോക്സ് ഒക്കെ ഇട്ടിട്ട് എന്താ കാര്യം, അതുപോലെ തോന്നിക്കുന്ന എന്നാൽ സുഖം. സാധാരണ നമ്മൾ അങ്ങനെ ഇവിടെ നിന്നൊക്കെ വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ ക്രോക്സ് അല്ലെങ്കിലും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പോലെ ആണെങ്കിലും ഇടാനൊരു സുഖം ഉണ്ടാവില്ല. പക്ഷേ ഇതെങ്കിൽ ഫുൾ തായ്ലൻഡ് ഞാൻ ഇതിട്ടിട്ടാണ് നടന്നത്. കാരണം എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു. അതിട്ട് ഇങ്ങനെ കുറേ നടക്കാനുണ്ടായിരുന്നില്ലേ. അപ്പോൾ എനിക്കതിട്ട് നടക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. ഷൂ ബൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് അടിപൊളി. അതെനിക്ക് 2-3 കൂടെ വാങ്ങിയില്ലല്ലോ എന്നുള്ള വിഷമേ ഉള്ളൂ. അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ചെരുപ്പും നിങ്ങൾ മസ്റ്റ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ തായ്ലൻഡിൽ പോകാൻ ഒരുപാട് പേര്, ഇപ്പോൾ നമുക്ക് ഓൾറെഡി എൻക്വയറീസ് വന്നിട്ടുണ്ട്, നിങ്ങൾ എവിടെയാണ് എങ്ങനെയാണ് പോണത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ പാക്കേജും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഞാൻ സമയം കിട്ടുമ്പോൾ ഇടാം. ഇപ്പം തന്നെ ഇടാൻ പറ്റുമോ എനിക്ക് അറിയില്ല. അപ്പോൾ അത് ഇടുമ്പോൾ എവിടെയൊക്കെ പോകണം എന്നുള്ളതൊക്കെ ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മസ്റ്റായിട്ടും ബാങ്കോക്ക് പോകുമല്ലോ. ബാങ്കോക്ക് പോകുമ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുമല്ലോ. അപ്പോൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ചെരുപ്പ്, ബാഗ്, ട്രോളി ബാഗ്, ഇതൊക്കെ നിങ്ങൾക്ക് മസ്റ്റായിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കുറേ ഉടുപ്പ്, കാരണം ഇതൊന്നും ഇവിടെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ടോപ്സൊക്കെ പിന്നെയും കിട്ടും. പക്ഷേ ഇങ്ങനത്തെ ഒരു ഫ്രീ സൈസ് ഡ്രസ്സുകളുണ്ടല്ലോ, ഈ റേറ്റിന് ഇവിടെ കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇത്ര ക്വാളിറ്റി ഉള്ളത്. അപ്പോൾ തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ചോദിച്ചാൽ ഇനിയിപ്പോൾ എനിക്ക് കാണിക്കാനുള്ളത്, ഞാൻ തായ്ലൻഡിൽ പോകുമ്പോൾ ഇവിടുന്ന് ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ള ഡ്രസ്സുകൾ, ഞാൻ ഇട്ട ഡ്രസ്സുകളുണ്ടല്ലോ തായ്ലൻഡിൽ, അതൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ ഡ്രസ്സൊന്നും ഞാൻ ഇട്ടിട്ടില്ല, 1-2 ഇട്ടിട്ടുള്ളൂ. ഇതൊക്കെ ഞാൻ ഇനി ഇവിടുത്തെ വീഡിയോസിൽ ഞാൻ ഇടുന്നതായിരിക്കും. ആ ഡ്രസ്സിൻ്റെ ലിങ്കൊക്കെ എനിക്ക് തരാൻ പറ്റും. അപ്പോൾ അത് ഞാനൊരു ഷോർട്സ് ആയിട്ട് മാക്സിമം ഇടാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ പിന്നെ ഇത്രയും ലെങ്ത് ഉണ്ടാവും, നോക്കാം. എന്തായാലും അതായിട്ട് ഞാൻ ഇടാം. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.